ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. നാളിനിയുമേറെയില്ലിനി നാം ഒരുങ്ങിടാൻ നേരമാ. നാളിനിയുമേറെയില്ലിനി നാം ഒരുങ്ങിടാൻ നേരമാ. വാക്കു തന്നവൻ മാറിടാത്തവൻ വാനമേഘത്തിൽ വന്നു ചേരാറായി. വാക്കു തന്നവൻ മാറിടാത്തവൻ വാനമേഘത്തിൽ വന്നു ചേരാറായി. എത്തും ഞാൻ എൻ്റെ പുത്തൻ വീട്ടിൽ നിത്യകാലം വാഴുവാൻ. കർത്തനോടൊത്തു വാണിടുന്ന നാൾ എത്രയാനന്ദം, എന്തോരാനന്ദം. എത്തും ഞാൻ എൻ്റെ പുത്തൻ വീട്ടിൽ നിത്യകാലം വാഴുവാൻ. കർത്തനോടൊത്തു വാണിടുന്ന നാൾ എത്രയാനന്ദം, എന്നോരാനന്ദം. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടി എഴുന്നേറ്റ് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെ. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാര അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്ക എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ പ്രശസ്തമായ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ പ്രസംഗമാണല്ലോ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. ഈ ഗിരിപ്രഭാഷണത്തിന് മുമ്പ് കർത്താവ് പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗമാണ് ഈ ഗിരിപ്രഭാഷണം. അത് തൻ്റെ ശിഷ്യന്മാരോടാണ് കർത്താവ് പറയുന്നത്. പക്ഷേ ധാരാളം ആളുകൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണം പൂർത്തീകരിച്ച് ആ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ചിന്തിച്ച് നോക്കിയാൽ യാതൊരു സാഹചര്യവും അവൻ അനുകൂലമായിട്ടില്ല. നമുക്കറിയാം, അന്നത്തെ കാലത്ത് ഒരു കുഷ്ഠരോഗി പൊതുസമൂഹത്തിലേക്ക് കടന്നു വരാൻ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ പൊതുസമൂഹത്തിലേക്ക് അവൻ കടന്നു വരുന്നെങ്കിൽ അവൻ അശുദ്ധൻ എന്ന് സ്വയം വിളിച്ചു പറഞ്ഞുകൊണ്ട് വേണം ആ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് വരാൻ. അതും ജനം അനുവദിക്കുന്നതല്ല. അവർക്ക് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവിടെ മാത്രമേ ഈ കുഷ്ഠരോഗികൾക്ക് നിൽക്കാനുള്ള, ജീവിക്കാനുള്ള അവകാശമുള്ളൂ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ആ പ്രസംഗം, വളരെ പ്രശസ്തമായ ആ ഗിരിപ്രഭാഷണം പൂർത്തീകരിച്ചിറങ്ങി വരുമ്പോൾ ധാരാളം ആളുകൾ യേശുവിൻ്റെ പിന്നാലെ കൂടി, വലിയ ഒരു ജനക്കൂട്ടം. എന്നാൽ അതിൽ ഒരു വ്യക്തി മാത്രം, നാം വായിച്ചത് ഇങ്ങനെയാണ്: അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. ഈ വളരെ പുരുഷാരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ടതായിരുന്നു. കർത്താവ് പറഞ്ഞതൊക്കെയും അവരുടെ ഹൃദയത്തിലും തൊട്ടതാണ്.
കാരണം അവർ പറയുന്ന അഭിപ്രായം ഇവിടെ തൊട്ടു മുകളിൽ 7-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ പറയുന്നുണ്ട്, പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു, അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. കർത്താവിൻ്റെ ഉപദേശം സ്വർഗത്തിൻ്റെ അധികാരത്തോടു കൂടിയാണ്. ഒരു അധികാരമുള്ള ഒരു വ്യക്തിയെ പോലെയാണ് അവൻ അവരോട് സംസാരിച്ചത്. ജനത്തിൻ്റെ ഹൃദയത്തെ അത് തൊട്ടു. അവർ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത അതിനൂതനമായ സ്വർഗീയ ആശയങ്ങൾ, സ്വർഗീയ കൽപ്പനകൾ കർത്താവായ യേശുക്രിസ്തു ഈ ജനത്തിന് പകർന്നു കൊടുത്തു. അവരുടെ ഹൃദയത്തെ തൊട്ടു കർത്താവിൻ്റെ പ്രസംഗം. പക്ഷേ ഇത്രയേറെ പുരുഷാരം പിന്തുടർന്നെങ്കിലും ഒരുവൻ മാത്രമാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് അവനെ നമസ്കരിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ ചോദിക്കുന്നു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. ദൈവമക്കളെ, വലിയ പുരുഷാരം പിന്നാലെ വരുന്നുണ്ട്, വലിയ പുരുഷാരം കൂടി വരുന്നുണ്ട്. പക്ഷേ ആവശ്യക്കാരൻ ഒരാൾ മാത്രമേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വരുന്നത് ഒരാളേ ഉള്ളൂ. ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് ശുദ്ധീകരണം എന്നാണ്. സൗഖ്യമാണ് അവന് കൊടുത്തത്, ശുദ്ധീകരണം അവന് കിട്ടി. അത് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. കാരണം ഈ കുഷ്ഠരോഗം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ഫലമായിട്ട് വരുന്നു എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ ചിന്തിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യരുടെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങൾക്ക് പാപമാണ് കാരണമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടമുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് കുഷ്ഠരോഗം ഒരു മനുഷ്യന് വരുന്നത് അവൻ്റെ ജീവിതത്തിലെ പാപം കൊണ്ടാണ്. പ്രത്യേകിച്ച് മറുതലിപ്പ്, എതിർത്ത് സംസാരിക്കൽ, അഹങ്കാരം, നിഗളം, ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് കുഷ്ഠരോഗം വരുന്നതായിട്ട് നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ കാണാവുന്ന കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ കുഷ്ഠരോഗം എന്ന ആ വലിയ രോഗം വരുന്നതിന് പാപമാണ് കാരണമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹം. അവൻ്റെ ആ പാപത്തിൽ നിന്നൊരു വിടുതൽ, അതാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. ആ വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചത്. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ആവശ്യക്കാരനായി ഒരാൾ മാത്രമേ വന്നുള്ളൂ. അവൻ്റെ ആഗ്രഹപ്രകാരം കാര്യം സാധിച്ചു കിട്ടുകയും ചെയ്തു. ദൈവമക്കളെ, വർഷങ്ങളായി ധാരാളം ദിവസം ധാരാളം തവണ വചനം കേട്ടിട്ടുള്ളവരാണ് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹം വന്നിട്ടുണ്ടോ? ഇവൻ ആ കൂടി നിന്ന പുരുഷാരത്തോട് ആരോടും ചോദിച്ചില്ല. ആ സമൂഹത്തിലേക്ക് വരാൻ പോലും അവന് സാധ്യമല്ലാത്ത രീതിയിലുള്ള രോഗിയായിരുന്നു അവൻ. കുഷ്ഠം ബാധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പൊതുസമൂഹത്തിലേക്ക് കടക്കാൻ പോലും പാടില്ലാത്ത അവസ്ഥയിലിരിക്കുന്നവൻ. പക്ഷേ അവൻ ഇതൊന്നും നോക്കിയില്ല. അവൻ ചുറ്റുപാടുള്ള ആളുകളെ നോക്കിയില്ല. തൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ ആരാണ്, ഈ യേശുവിൻ്റെ പിന്നാലെ വരുന്നവർ ആരൊക്കെയാണ്, അങ്ങനെയുള്ള ഇത്ര മഹത്വകരമായ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പിന്നാലെ ഞാൻ പോകാമോ, അവനോട് സംസാരിക്കാമോ, ഇതൊന്നും അവൻ നോക്കിയില്ല. കാരണം അവൻ ആവശ്യക്കാരനായിരുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനോട് നാം പറഞ്ഞാൽ അതിനൊരു പരിഹാരമുണ്ട്. ഒരു പക്ഷേ ഇവൻ മുമ്പോട്ട് കടന്നു വന്നപ്പോൾ ഇവൻ കുഷ്ഠരോഗിയാണെന്ന് അറിഞ്ഞവർ ചിലപ്പോൾ തടഞ്ഞു കാണും, അവനെ എതിർത്ത് കാണും, നീ എങ്ങനെ ഇവിടെ കടന്നു വന്നു എന്ന് ചോദിച്ചു കാണും. പക്ഷേ അതൊന്നും അവന് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ ആവശ്യം ഉണർത്തിക്കുന്നതിന് ഒരു തടസ്സമായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഫലം കിട്ടി. അതിൻ്റെ ഫലം അവൻ അനുഭവിക്കാനായിട്ട് സാധിച്ചു. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ പ്രാപിക്കണമെന്ന്, ശുദ്ധീകരണം പ്രാപിക്കണമെന്ന്, പാപമോചനം പ്രാപിക്കണമെന്ന്, പാപത്തിന് പരിഹാരം കിട്ടണമെന്ന് നാം ആഗ്രഹിച്ച് കർത്താവുമായി നാം സംസാരിക്കുന്ന വ്യക്തിയാണോ? കർത്താവിനോട് നാം നമ്മുടെ ജീവിത കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണോ? ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഉറപ്പാണ്, നാം യേശുവിനോട് നേരിട്ട് ചോദിച്ചാൽ, നാം യേശുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് മറുപടി നൽകുക തന്നെ ചെയ്യും. യാതൊരു സംശയവും അക്കാര്യത്തിൽ നമുക്ക് വേണ്ട. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പല തടസ്സങ്ങളുണ്ടാകും വചനം കേൾക്കാൻ വരുന്നതിന്. ചിലപ്പോൾ വീട്ടിൽ നിന്നോ, നാട്ടിൽ നിന്നോ, സമൂഹത്തിൽ നിന്നോ, സമുദായത്തിൽ നിന്നോ, സഭയിൽ നിന്നോ എല്ലാം നമുക്ക് എതിർപ്പുകൾ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ ആ എതിർപ്പിനെ നമ്മൾ അവഗണിച്ചുകൊണ്ട്, അത് ഒരു വിഷയമല്ലാതെ നമ്മൾ എടുത്തുകൊണ്ട് നാം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ, വചനം കേൾക്കാൻ വന്നാൽ, വചനം കേട്ട ശേഷം ഈ ക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസത്തിൽ കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങളെ പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം കേൾക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ഏകദേശം ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവമക്കളെ, നിവൃത്തിയില്ലാതെ മുമ്പോട്ട് പോകാൻ വകയില്ലാതിരിക്കുമ്പോൾ, ഒരു വഴിയും കാണാനില്ലാതിരിക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ വചനം കേൾക്കുവാൻ എനിക്ക് ഭാഗ്യം കിട്ടി. എത്ര മഹാഭാഗ്യമായി പോയെന്നറിയാമോ? കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്ന് ഞാൻ ജീവിക്കുന്നത് പോലെ, ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല.
ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കേവലം ഒരു ചെറിയ ജോലി, ഒരു 10,000 രൂപ ശമ്പളമുള്ള ഒരു ജോലിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ച കാലങ്ങളുണ്ട്. സ്വർഗത്തിലെ ദൈവം അവിടെ നിന്നെല്ലാം ഭൗതികമായും എന്നെ ഉയർത്തി. തീർന്നില്ല, ആത്മീകമായ അനുഭവങ്ങൾ കർത്താവായ യേശുക്രിസ്തു എനിക്ക് നൽകി. ഞാൻ പാപിയാണെന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നില്ല. ദൈവമുണ്ട് എന്നുള്ളതായ ഒരു വിശ്വാസം പോലും എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു വാസ്തവമായി ജീവിക്കുന്നുവെന്ന് എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ കൂടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അനുഭവമാക്കി തന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ ജീവിക്കുന്നുവെന്ന് ഇന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഞാൻ അവനോട് സംസാരിക്കുന്നു, അവനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൻ എൻ്റെ ആവശ്യങ്ങൾ നടത്തി തരുന്നു, അവൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക. മനുഷ്യരിലേക്കല്ല നോക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ പിന്നാലെ വരുന്നവരുടെ മുഖത്തേക്കല്ല നാം നോക്കേണ്ടത്, ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരുടെ നേരെയല്ല നമ്മുടെ നോട്ടം പോകേണ്ടത്. നമ്മുടെ നോട്ടം എപ്പോഴും നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവിലേക്കായിരിക്കണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെയാണ് അവൻ ചോദിക്കുന്നത്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അവൻ പറയുന്ന വാക്കുകളിൽ നല്ല ശക്തമായ ഒരു വിശ്വാസം അതിൻ്റെ പിന്നിലുണ്ട്. എന്താണ്? യേശുക്രിസ്തുവിനെ സൗഖ്യമാക്കാനുള്ള ശക്തി ഉണ്ടെന്ന് അവനറിയാം. പക്ഷേ എന്നെ സൗഖ്യമാക്കാനുള്ള മനസ്സ് കർത്താവിനുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം യേശുവിൻ്റെ ചുറ്റും നിൽക്കുന്ന ജനം പോലും എന്നെ വെറുക്കുന്നു, സമൂഹം എന്നെ വെറുക്കുന്നു, സമൂഹം എന്നെ അടുപ്പിക്കുന്നില്ല. അങ്ങനെ സമൂഹത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടവനാണ് ഞാൻ. ഒരു രീതിയിലും സമൂഹവുമായി ബന്ധപ്പെടാൻ സമ്മതിക്കാതെ ഒരു സ്ഥലത്ത് ഐസൊലേറ്റഡായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ് ഞാൻ. അങ്ങനെയുള്ള എന്നോട് കർത്താവായ യേശുക്രിസ്തു സംസാരിക്കുമോ? അങ്ങനെയുള്ള എന്നെ യേശു ശുദ്ധമാക്കുമോ, സൗഖ്യമാക്കുമോ? അതവന് സംശയം. പക്ഷേ യേശുവിന് അതിനുള്ള ശക്തിയുണ്ട് എന്ന്, യേശു ദൈവപുത്രനാണെന്ന് അവന് മനസ്സിലായി. തന്നെ സൗഖ്യമാക്കാനുള്ള ശക്തി കർത്താവിനുണ്ടെന്നറിയാം. പക്ഷേ തന്നെ സൗഖ്യമാക്കുമോ, രോഗത്തെ സൗഖ്യമാക്കാൻ ശക്തിയുള്ള കർത്താവായ യേശുക്രിസ്തു തന്നെ സൗഖ്യമാക്കുമോ എന്നൊരു സംശയം. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ശുദ്ധമാക്കാനുള്ള കഴിവ് നിനക്കുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ നിനക്ക് മനസ്സുണ്ടോ എന്നെ ഒന്ന് ശുദ്ധനാക്കുവാൻ? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മളിൽ പലരും ചിന്തിക്കുന്ന ചില ചിന്തകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചില ദൈവമക്കളെല്ലാം അനുഭവങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്കെല്ലാം അനുഭവം കിട്ടി, എന്നെ ആര് കാണാനാണ്, എനിക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കാനാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ, ഞാനൊരു പാപിയല്ലേ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് സ്വയം നിരാശയിലേക്കും സ്വയം അപകർഷതാബോധത്തിലേക്കും മുങ്ങിപ്പോകുന്ന ധാരാളം ആളുകളുണ്ട്. പലവട്ടം പരീക്ഷ എഴുതിയിട്ട് വിജയിക്കാൻ കഴിയാതെ നിരാശയിലേക്ക് താണു പോകുന്ന ആളുകളുണ്ട്. പലതരത്തിലുള്ളതായ ബിസിനസ്സുകൾ ആരംഭിച്ചു, എല്ലാം പരാജയത്തിൽ കലാശിച്ച് അവസാനം ഇനി രക്ഷയില്ല, എൻ്റെ ജീവിതം തീർന്നു എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ദൈവമക്കൾ പലരും അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്, അവർക്കൊക്കെ അനുഭവം കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്കത് കിട്ടുന്നില്ല, എൻ്റെ കാര്യത്തിൽ അത് നടക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ മനസ്സുള്ള ഒരു യേശുക്രിസ്തു ഉണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ മനസ്സുള്ള ഒരു ദൈവമുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കർത്താവിനോടുള്ള പ്രാർത്ഥന എന്തായിരിക്കണം? കർത്താവെ, എന്നെ ശുദ്ധമാക്കാമോ, എന്നെ ഒന്ന് ശുദ്ധമാക്കി തരാമോ? ദൈവത്തിന് സ്തോത്രം. അവൻ പറഞ്ഞത് അങ്ങനെയാണ്, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. ഈ പാപത്തിൻ്റെ ഫലമായി വന്നിരിക്കുന്ന ഈ രോഗം, അത് മാറണമെങ്കിൽ, രോഗം മാറണമെങ്കിൽ ഈ പാപം എന്നിൽ നിന്ന് മാറണം, എന്നെ ശുദ്ധീകരിക്കണം, എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണം, എന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ, ഈ കുഷ്ഠരോഗം മാറി എന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ, എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും ഒന്ന് ശുദ്ധീകരിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്നാണ് അവൻ്റെ ചോദ്യം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പാപത്തോട് യാത്ര പറഞ്ഞ് ഞാൻ ഇനി മനസ്സറിഞ്ഞ് ഈ പാപം ചെയ്യില്ല എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഒരു സമർപ്പണം എടുത്ത്, കർത്താവെ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ നിന്റെ രക്തത്താൽ എനിക്കൊന്ന് കഴുകിത്തരാമോ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും കർത്താവായ യേശുക്രിസ്തു അത് ചെയ്തിരിക്കും. ദൈവമക്കളെ, കാരണം അവൻ ലോകത്തിലേക്ക് വന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്, എന്നെ ശുദ്ധീകരിക്കുവാൻ, നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൽ വാഞ്ചയുള്ള ഏവരെയും ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു വന്നത്. ചിന്താക്കുഴപ്പം നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതില്ല. എന്നെ തൊടുമോ? ദൈവമക്കളെ പലരെയും തൊട്ട് അനുഭവങ്ങൾ ഞാൻ കേട്ടു, അവരെയൊക്കെ ദൈവം കാണുന്നുണ്ട്, പക്ഷെ എന്നെ കാണുന്നില്ല. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ദൈവവചനത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിനുള്ളതായ വാഗ്ദത്തങ്ങൾ കർത്താവായ യേശുക്രിസ്തു തന്നിട്ടുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇങ്ങനെയുള്ള ചിന്തയുള്ളവർ ഒന്ന് ചിന്തിച്ചു കൊള്ളണം. ഒന്ന്, നമുക്ക് ചിന്തിക്കാം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ഏതാനും ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാൻ 14:1 മുതൽ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആരാണിത് പറയുന്നത്? നമ്മെ സൃഷ്ടിച്ച കർത്താവായ യേശുക്രിസ്തുവാണ്. അത് ആരോടാണ് പറയുന്നത്? നമ്മൾ ഓരോരുത്തരോടുമാണ് പറയുന്നത്.
ഏത് കഷ്ടതയിലും, ഏത് ദുരിതത്തിലും, ഏത് കടഭാരത്തിലും, ഏത് രോഗത്തിലും, എത്ര വലിയ കൊടിയ പാപത്തിലും പെട്ടുകിടക്കുന്ന സഹോദര സഹോദരി, നമ്മളോടാണ്, നിങ്ങളോടാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങല്ലേ. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ മോശമാണ്, ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്, നിങ്ങൾ പാപത്തിൽ കിടക്കുകയാണ്, നിങ്ങൾ കടഭാരത്തിൽ കിടക്കുകയാണ്, എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെന്നുള്ളതായ ആ വേവലാതിയിൽ ജീവിക്കുകയാണ്, എല്ലാം നിരാശപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ. ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്നിലും വിശ്വസിപ്പീൻ. നിങ്ങളുടെ ജീവിതത്തിലെ മൂലകാരണം, സകല പരാജയത്തിന്റെയും മൂലകാരണമായിരിക്കുന്ന പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നിരിക്കുന്ന ക്രിസ്തുവാണ് ഞാന്. ആ ക്രിസ്തുവാകുന്ന എന്നിൽ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്ന പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന എന്നിലും നിങ്ങൾ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തന്ന വാഗ്ദത്തമല്ലേ ദൈവമക്കളെ. ഇത് വേദപുസ്തകത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ ഈ സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഒരു സ്വർഗമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. പിന്നെ തുടർന്ന് എന്താണ് വായിക്കുന്നത്? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ദൈവമക്കളെ, നമുക്ക് വേണ്ടി സ്വർഗം ഒരുക്കുന്ന ഒരു യേശുക്രിസ്തു ഉണ്ട്. ഒരു സ്വർഗരാജ്യം ഉറപ്പാണ്, ഒരു ദൈവരാജ്യം ഉറപ്പാണ്. അത് നമ്മൾ വിശ്വസിക്കണം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് മനുഷ്യരെ ആരുമല്ല പറഞ്ഞത്, സ്വർഗത്തിന്റെ ഉടയവനാ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന്. ഒരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് നിർത്തിയില്ല. അടുത്ത എന്താണ് പറയുന്നത്? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ, ഞാൻ പോയി നിങ്ങൾക്കുള്ള സ്ഥലം ഒരുക്കിയാൽ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ഞാൻ രണ്ടാമത് വരും, ഞാൻ രണ്ടാമത് വരും. നിങ്ങളെ ചേർക്കുവാൻ വേണ്ടി ഞാൻ വരും. നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ളതല്ല ശാശ്വത വാസസ്ഥലം. നിങ്ങൾക്ക് ഞാനൊരു സ്ഥലം ഒരുക്കുന്നുണ്ട്, ഒരു ശാശ്വത സ്ഥലം ഒരുക്കുന്നുണ്ട്, ഒരു പെർമനന്റ് പ്ലേസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവരാജ്യം ഒരുക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഇത് ശിഷ്യന്മാർക്ക് മാത്രമുള്ളതല്ല, ഇത് ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ചിലർക്ക് വേണ്ടി മാത്രമല്ല, സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഈ പറയുന്ന എല്ലാവർക്കും കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല കേട്ടോ. സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ളത് കൊണ്ട് ദൈവരാജ്യം കിട്ടണമെന്നില്ല. കാരണം ദൈവരാജ്യം കിട്ടുന്നത് സുവിശേഷകർക്കാണെന്ന് പറഞ്ഞിട്ടില്ല, അത് പുരോഹിതന്മാർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. അത് കിട്ടുന്നത് ശുദ്ധീകരിക്കപ്പെട്ടവർക്ക് മാത്രമാണ്, വിശുദ്ധീകരണം പ്രാപിച്ചവർക്ക് മാത്രമാണ്, വിശുദ്ധമതികൾക്കും വിശുദ്ധന്മാർക്കും മാത്രമുള്ളതാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. ആ ഒരു പ്രക്രിയയിലേക്ക്, ആ ശുദ്ധീകരണ പ്രക്രിയയിലേക്ക്, വചനം കേട്ട ആ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ആരെല്ലാം വരാൻ ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാം സ്വർഗരാജ്യം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഭയപ്പെടേണ്ടതുണ്ടോ? എനിക്കിത് കിട്ടുമോ? എന്നെ സൗഖ്യമാക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ കർത്താവേ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ കർത്താവേ? എന്നെ മാത്രം കാണുന്നില്ല പറയരുത് ദൈവമക്കളെ. കാരണം ഈ വാഗ്ദത്തം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്, ആർക്കും വിലക്കിയിട്ടില്ല. ഏത് സാമ്പത്തിക സ്ഥിതിയിലുള്ളവനും, ഏത് കുഗ്രാമത്തിൽ ജനിച്ചവനും, ഏത് ഭാഷയിലുള്ളവനും, ഏത് ജാതിയിലുള്ളവനും, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനും ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ, യേശു ക്രിസ്തുവിലുള്ളതായ വിശ്വാസത്താൽ ഉറച്ചു നിന്നാൽ, ആ പാപമോചനം പ്രാപിച്ചാൽ ദൈവരാജ്യത്തിൽ കടക്കാം. ഒന്ന്. രണ്ടാമത് നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം. അതും കൂടി നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അവിടെയും ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അടിയുറച്ച് ഹൃദയത്തിൽ കിടക്കേണ്ട ഒരു വാക്യമാണ്. ഒന്ന്, ഒരു സ്വർഗമുണ്ട്, കർത്താവ് നമുക്കത് എല്ലാവർക്കും വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. രണ്ട്, റോമർ 8:34. ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ ഉയർത്തെഴുന്നേറ്റിട്ട് കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ ഈ പക്ഷപാതം? അഡ്വക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അഡ്വക്കേറ്റിംഗ് ആണ് കർത്താവ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അയ്യോ, എൻ്റെ ജീവിതത്തിൽ പാപമുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ പാപം വന്നുപോയല്ലോ, ഞാൻ സമർപ്പണം എടുത്ത വ്യക്തിയായിരുന്നല്ലോ, പക്ഷെ പിന്നെയും എനിക്ക് പരാജയം വന്നുപോയല്ലോ, ഇങ്ങനെയെല്ലാം പറഞ്ഞ്
ഹൃദയത്തിൽ വേദനയോടെ, ദുഃഖത്തോടെ, നിരാശയിലിരിക്കുന്നവരോടാണ് ഈ വചനം വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസിൽ കൂടെ നാം കേൾക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് അവൻ്റെ തിരുരക്തം കാണിച്ചുകൊണ്ട്, ഈ മകനെ ഞാൻ വീണ്ടെടുത്തതാണ്, ഈ മകൻ എൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ് എന്ന് കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ ആ രക്തം കാണിച്ചു പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ മേന്മ കൊണ്ടൊന്നുമല്ല, നമ്മളാരും പാപം ഏറ്റുപറഞ്ഞതുകൊണ്ടുമല്ല, നമ്മുടെ ജീവിതത്തിൽ പാപം കൂടാതെ ജീവിക്കണം എന്നുള്ളതായ വ്യക്തമായ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പക്ഷപാതം, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ യാചിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാം. പാപത്തിന് മോചനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പാപത്തെ ഓർത്ത് ഭയപ്പെടേണ്ടതില്ല, പാപത്തെ ഓർത്ത് ഭയപ്പെടേണ്ടതില്ല. പാപം വരുമ്പോൾ ഭയപ്പെടണം, എന്നാൽ ഓർത്തുകൊള്ളണം ആ പാപം വരാതിരിക്കാൻ സൂക്ഷിക്കണം എന്നുള്ളത് സത്യം തന്നെ. എന്നാൽ ഒരു പാപം വന്നു പോയെങ്കിലോ ഭയപ്പെടേണ്ടതില്ല, വേവലാതിപ്പെടുകയല്ല ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിനോട് പറയണം, കർത്താവേ വന്നുപോയി. ആ തിരുരക്തത്തിൽ ആശ്രയിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ പുത്രൻ തമ്പുരാൻ തൻ്റെ തിരുരക്തം പിതാവിൻ്റെ സന്നിധിയിൽ കാണിച്ചുകൊണ്ട്, ദാ ഈ രക്തത്താൽ അവനെ ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പിന്നെ പിശാചിന് തൊടാൻ പറ്റില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആരും നിരാശയിലേക്ക് പോകരുത്. നമ്മുടെ ജീവിതത്തിൽ നിരാശ വരരുത്. ഒരു പാപം വന്നു എന്നുള്ളത് കൊണ്ട്, ഒരു പാപം വന്നുപോയി, ശരിയാണ്, പാപം വരില്ല എന്നുള്ള തീരുമാനത്തോടെ വ്യക്തമായി ഉറച്ച ഒരു നിലപാടോടെ ജീവിക്കുകയാണ്. എന്നാൽ വായിൽ നിന്ന് വന്ന വാക്കുകളിൽ തെറ്റിപ്പോയി, അല്ല സ്വന്തം ജീവിതത്തിലെ പ്രവൃത്തിയിൽ പോലും ഒരു തെറ്റ് പറ്റിപ്പോയി, അറിയാതെ ചെയ്യാൻ പാടില്ലാത്തൊരു പാപം ചെയ്തു പോയി, ശരിയാണ്. നമ്മുടെ ഹൃദയം ശുദ്ധമാണ് എങ്കിൽ നാം അത് വന്നു കഴിയുമ്പോൾ തന്നെ ഭയത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരും. എന്നാൽ ശുദ്ധമായ ഒരു ഹൃദയമില്ലാത്ത വ്യക്തിയാണെങ്കിലോ വീണ്ടും വീണ്ടും പാപം ചെയ്യാനായിട്ട് ഓടും. വീണ്ടും ഞാൻ ഏതായാലും വീണു, ഇനി എനിക്ക് എന്നാ കുഴപ്പം, ഞാൻ പോവുക എന്ന് പറഞ്ഞ് വീണ്ടും പാപത്തിലേക്ക് പോകും. ദൈവമക്കളെ, അത് ദൈവത്തെ വെല്ലുവിളിക്കലാണ്. നമ്മെ ശുദ്ധീകരിച്ചതായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെ മലിനമാക്കുന്നതാണ്, വീണ്ടും ചവിട്ടുന്നതാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും ക്രൂശിക്കുന്നതിന് തുല്യമാണ്. ഒരാളുടെ ഹൃദയം ശുദ്ധമാണോ എന്നറിയാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. ജീവിതത്തിൽ ഒരു തെറ്റ് വന്നാൽ, ഒരു പാപം വന്നാൽ, ഉടനെ കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി കർത്താവ് തെറ്റുപറ്റിപ്പോയല്ലോ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് യാചിക്കുകയാണോ, അതോ മറുതലിച്ച് വീണ്ടും പാപം ചെയ്യാൻ വേണ്ടി ഓടുകയാണോ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഭയപ്പെടേണ്ടതില്ല, ആരും ഭയപ്പെടേണ്ടതില്ല. ഇത് ലോകത്തിലുള്ള ഏതാനും ചിലർക്ക് കൊടുത്തിരിക്കുന്ന കാര്യമല്ല, ശിഷ്യന്മാരായിട്ടുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന കാര്യമല്ല. ഏതൊരു വ്യക്തിക്കും, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിക്കും കർത്താവ് കൊടുക്കുന്നതായ ഒരു പ്രിവിലേജാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ വലഞ്ഞിരിക്കുകയാണെങ്കിൽ, ഇന്ന് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഇന്ന് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഓർത്തുകൊള്ളണം, നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. പിന്നെ നമ്മൾ എന്തിന് അധൈര്യപ്പെടണം? പിന്നെ കഴിയുമെങ്കിൽ എന്നെ സൗഖ്യമാക്കണമെന്ന് എന്തിനു പറയണം? ദൈവത്തിന് സ്തോത്രം. കർത്താവിന് കഴിയും. കർത്താവ് നമ്മയും സ്നേഹിക്കുന്നു. കർത്താവ് എനിക്കും വേണ്ടിയിട്ട് പക്ഷപാതം ചെയ്യുന്നു. കർത്താവ് എനിക്കും വേണ്ടിയിട്ട് ഭവനം ഒരുക്കുന്നു. പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? ധൈര്യത്തോടെ കർത്താവിൻ്റെ സ്ഥലത്തേക്ക് വരിക, ധൈര്യത്തോടെ കൃപയുടെ അടുത്തിലേക്ക് വരിക. ദൈവത്തിന് സ്തോത്രം. നിരാശപ്പെട്ടു പോകരുത് ദൈവമക്കളെ, നിരാശ വരാൻ അനുവദിക്കരുത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൽ പലതരത്തിലുള്ളതായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. നല്ല ആത്മീയമായി തീഷ്ണതയോടെ നിൽക്കുന്ന ഒരു കാലമുണ്ടാകാം. എന്നാൽ പരീക്ഷണങ്ങളുടെ ഒരു കാലമുണ്ടാകാം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളതായ പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന കാലം ദൈവമക്കൾക്കുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ പത്രോസ് അപ്പോസ്തലന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ മഹാപുരോഹിതന്മാരും പട്ടാളക്കാരും വന്ന് പിടിച്ചു. യേശുവിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ പത്രോസിൽ എന്തെല്ലാം പാപങ്ങളൊക്കെ കയറി വന്നത്. അതുവരെ ആ 3.5 വർഷക്കാലം കർത്താവിൻ്റെ കൂടെ നടന്ന സകല അത്ഭുതങ്ങൾക്കും ദൃക്സാക്ഷിയായ, ആ സകല അത്ഭുതങ്ങൾക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ കർത്താവിനെ സഹായിച്ച, ആ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ കൂടെ നടന്ന ദൈവത്തിന് സ്തോത്രം, ആ പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞില്ലേ? ഇവനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ പലവട്ടം ആലോചിച്ച് നോക്കി. ഇത്രയും നാൾ കൂടെ നടന്ന്, ഇത്രയും നാൾ കൂടെ ജീവിച്ച ആ യേശുവിനെ കേവലം ഒരു വേലക്കാരിയായ ഒരു പെൺകുട്ടിയുടെ, ദൈവത്തിന് സ്തോത്രം, ഒരു ബാലികയായ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പോലും തള്ളിപ്പറഞ്ഞു. ദൈവമക്കളെ, ഇത്രയ്ക്ക് നിസ്സാരനായി പോയില്ലേ ഈ പത്രോസ് അപ്പോസ്തലൻ? ദൈവമക്കളെ, അത് സംഭവിക്കാം. അങ്ങനെയും ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളുണ്ടാകാം. പക്ഷേ നിരാശപ്പെടരുത്. കാരണം ആ പത്രോസിനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം മറിയോട് പറഞ്ഞു വിടുമ്പോൾ കർത്താവ് പറഞ്ഞുണ്ട്, എൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പോയി പറയാനായിട്ട്. പത്രോസ് നിരാശപ്പെട്ടിരിക്കുക. ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി.
ഒരിക്കലും പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോയി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുക എന്ന് പറയുന്നത്. വേറെ ആര് തള്ളിപ്പറഞ്ഞാലും പത്രോസിന് തള്ളിപ്പറയാൻ പറ്റുമോ? ഒരിക്കലും പാടില്ലാത്തതാണ്. പക്ഷേ അങ്ങനെയും ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ വന്നെന്നിരിക്കും. ദൈവമക്കളെ, പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളുണ്ടാകും. നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ വന്നെന്നിരിക്കും. പക്ഷെ ഭയപ്പെടരുത്. അവിടെയും നമുക്ക് വാഗ്ദത്തമുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വീണ്ടും പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്നു. ഇതൊക്കെ മാറുമോ? ഈ വചനത്തിനൊക്കെ മാറ്റം ഉണ്ടാവുമോ ദൈവമക്കളെ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ധൈര്യമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു മറുപടി ഉണ്ട്. മത്തായി 8:3 നമുക്ക് വായിച്ച് കേൾക്കാം. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാന്നാണ് പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തു ആദ്യം അവനോട് ഒന്നും പറഞ്ഞില്ല. അവൻ്റെ ആ നിരാശയിൽ നിന്നുള്ളതായ ആ പ്രാർത്ഥനയിൽ കർത്താവായ യേശുക്രിസ്തു അവനോടൊന്നും പറഞ്ഞില്ല. കർത്താവ് ആദ്യം തന്നെ കൈ നീട്ടി അവനെ അങ്ങ് തൊട്ടു. ധാരാളം കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ആരും തൊടില്ലാത്തൊരു മനുഷ്യനാണ് കേട്ടോ. കുഷ്ഠരോഗം ബാധിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ഒരു കുഷ്ഠരോഗി നടന്നു വരുമ്പോൾ അവൻ്റെ അടുക്കൽ നിന്ന് ധാരാളം ദൂരെ മാറി നിന്നിട്ടേ മനുഷ്യന് നടക്ക പോലും ഉള്ളൂ. അവൻ വരുമ്പോൾ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അശുദ്ധനായ കുഷ്ഠരോഗി വരണ കാണുമ്പോൾ ആളുകൾ അടുക്കില്ല. കാരണം ഇത് പകരുന്ന രോഗമാണ്. ദൈവമക്കളെ, അത് അന്നത്തെ ജനത്തിനും അറിയാമായിരുന്നു. എന്നാൽ അങ്ങനെയുള്ളതായ, ആരും തൊടാൻ മടിക്കുന്നതായ, ആരും അടുക്കാൻ മടിക്കുന്നതായ ആ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് ചെന്ന് അവൻ്റെ മേൽ കൈവച്ച് അവനെ യേശുക്രിസ്തു തൊട്ടു. ദൈവത്തിന് സ്തോത്രം. ഇതിൽ പരം എന്ത് വേണം ദൈവമക്കളെ? ആരും തൊട്ടില്ലെങ്കിലും തൊടുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. ആരും അടുത്തില്ലെങ്കിലും നമ്മുടെ അടുക്കിലേക്ക് വരുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. നിങ്ങൾ ആശുപത്രിയിൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥയിൽ ലോകത്തൊരു മനുഷ്യനും നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡോക്ടർമാർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. പക്ഷേ അവിടെയും കയറി വന്ന് നമ്മുടെ മേൽ കൈവയ്ക്കുന്ന ഒരു യേശുക്രിസ്തു ഉണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. രോഗക്കിടക്ക മാറ്റിവരിക്കുന്ന ഒരു യേശുക്രിസ്തു ഉണ്ട്. രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു യേശുക്രിസ്തു ഉണ്ട്. ഹൃദയത്തിന് ശുദ്ധീകരണം നൽകുന്ന ഒരു യേശുക്രിസ്തു ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുക ദൈവമക്കളെ, ആ വിശ്വാസത്തിൽ ജീവിക്കുക ദൈവമക്കളെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൻ കൈനീട്ടി അവനെ തൊട്ട ശേഷമാണ് കർത്താവ് പറഞ്ഞത്, എനിക്ക് മനസ്സുണ്ട്. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സുണ്ട്, നീ വിശ്വസിക്കണം. കർത്താവ് തൊട്ടിട്ടാ പറഞ്ഞത് എനിക്ക് മനസ്സുണ്ടെന്ന്. അല്ലാണ്ട് കർത്താവ് തൊടുന്നതിന് മുമ്പ് എനിക്ക് മനസ്സുണ്ട്, നീ ഇങ്ങ് അടുത്തേക്ക് വാ, ഞാൻ നിന്നെ തൊടാം, അങ്ങനെയൊന്നുമല്ല കർത്താവ് പറഞ്ഞു. കർത്താവ് നേരെ ചെന്നങ്ങ് തൊട്ടു. അതിനുശേഷം കർത്താവ് പറയുന്നത്, എനിക്ക് മനസ്സുണ്ട് മോനെ. അവനെ കാണിച്ചു കൊടുത്തു. ആദ്യം പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. നിനക്ക് എന്നെ മനസ്സിലായില്ലേ? എന്നെ നിനക്ക് പിടികിട്ടിയില്ലേ? ഞാൻ നിന്നെ തൊടുന്നവനാണ് മോനെ. എനിക്ക് ആരെയും മാറ്റി നിർത്താൻ കഴിയില്ല. എത്ര രോഗമുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഭയപ്പെടുകയില്ല. അതാണ് കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവനെ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഞാൻ നിർത്താൻ തുടങ്ങിയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ ആ 4-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്ക എന്ന് പറഞ്ഞു. കുഷ്ഠരോഗം മാറിക്കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ അതിൻ്റെ നിയമങ്ങളെല്ലാം പറയുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത്, കുഷ്ഠരോഗം മാറിക്കിട്ടിയാൽ ഈ മാറി എന്ന് സർട്ടിഫൈ ചെയ്യുന്നത് പുരോഹിതനാണ്. അപ്പോൾ പുരോഹിതൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. അപ്പോൾ ആ നിയമം നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് അവനോട് പറഞ്ഞു, നീ ദൈവാലയത്തിലേക്ക് ചെല്ലുക. നീ ചെന്ന് പുരോഹിതന് നിന്നെ കാണിക്കുക. കാണിച്ചിട്ട് നീ സർട്ടിഫിക്കറ്റ് മേടിക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുന്ന ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിൽ തൊട്ട ഒരു വാക്കാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. നോക്കൂ, ആരോടും പറയരുത്. യേശു പറഞ്ഞു, ഇത് നീ പുറത്തുള്ള ആളുകളോട് ആരോടും പറയരുത്. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നീ ചെന്ന് പുരോഹിതൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിക്കുക. ആർക്ക് സാക്ഷ്യത്തിനായി? പുരോഹിതന് സാക്ഷ്യത്തിനായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. യേശുക്രിസ്തുവിനെ എതിർക്കുന്ന സമൂഹമാണ് അന്ന് പുരോഹിതവർഗം. ദൈവമക്കളെ, അവരുടെ അടുക്കിലേക്കാണ് ഇവനെ അയക്കുന്നത്. ഇവൻ കുഷ്ഠരോഗിയാണെന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെയുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇവൻ തിരിച്ച് ചെന്നവൻ്റെ കുഷ്ഠം മാറി എന്നുള്ളതായ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് മേടിക്കണം. അപ്പോൾ നിനക്ക് എങ്ങനെയാണ് സൗഖ്യം വന്നതെന്ന് ചോദിക്കൂലേ? അപ്പോൾ സൗഖ്യം വരുത്തിയവൻ്റെ കുറിച്ച് അവരോട് പറയണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൻ പറയണം, ഞാനൊരു പുതിയ മനുഷ്യനായി. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ദൈവമക്കളെ, നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ യേശുക്രിസ്തുവിൽ നിന്ന് അനുഭവം പ്രാപിച്ച്, ഈ യേശുക്രിസ്തുവിൽ നിന്ന് പാപമോചനം പ്രാപിച്ച്, ദൈവത്തിന് സ്തോത്രം, നാം ചേർന്ന് നിൽക്കുന്ന സമൂഹത്തിൽ ഒരു വിശുദ്ധനായി ജീവിച്ച് കാണിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇങ്ങോട്ട് പാമ്പിനെ പോലെ കടിക്കാൻ വരുമ്പോൾ, ചീറി വരുമ്പോൾ, ഇങ്ങോട്ട് തല്ലുവാനായി വടിയായി ഓടി വരുമ്പോൾ ശാന്തനായി നിൽക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ശുദ്ധനായി തീർന്നാൽ,
പാപം മാറിയാൽ, സ്വഭാവം മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഈ യേശുവിനെ സാക്ഷിക്കാൻ അവസരം ലഭിക്കുന്നിടത്ത് നമ്മൾ സാക്ഷിക്കണം ദൈവമക്കളെ. അനുഭവം കിട്ടിയവർ സാക്ഷിക്കണം, അതിന് നമ്മൾ മടി കാണിക്കരുത്. അതാണ് കർത്താവ് പറഞ്ഞത്, നീ അവർക്ക് സാക്ഷ്യത്തിനായി, ദൈവത്തിന് സ്തോത്രം, നിന്നെ തന്നെ പുരോഹിതന് കാണിക്കുക. അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തുവാണ് എന്നെ സൗഖ്യമാക്കിയത്, യേശുക്രിസ്തുവിൽ കൂടിയാണ് എനിക്ക് സൗഖ്യം കിട്ടിയത്, യേശുക്രിസ്തുവിൻ്റെ നാവിൽ നിന്ന് വന്ന വചനം കേട്ട് ഞാൻ യേശുവിന് ജീവിതം സമർപ്പിച്ച് പാപത്തോട് യാത്ര പറഞ്ഞ് ഞാൻ ഇന്ന് വിശുദ്ധനായി ജീവിക്കുന്നു എന്ന് സാക്ഷ്യം പറയണം. ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവമക്കളെ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം ലഭിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ? കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒരു വാക്ക് പറയാൻ കഴിയുമോ? ഓരോ ഭാഗങ്ങളും ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് സംസാരിക്കും. ദൈവമക്കളെ, നിങ്ങൾക്ക് മനസ്സുണ്ടോ യേശുവിൻ്റെ സാക്ഷിയായി തീരുവാൻ, യേശുവിൽ നിന്ന് അനുഭവം പ്രാപിക്കുവാൻ, യേശുവിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കുവാൻ? എങ്കിൽ നമ്മുടെ ജീവിതം ഇപ്പോൾ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ കേട്ട വചനപ്രകാരം കർത്താവെ, നീ സൗഖ്യമാക്കുവാൻ മനസ്സുള്ളവനാണല്ലോ. ഞങ്ങൾക്ക് സംശയങ്ങൾ പലപ്പോഴും വന്നപ്പോൾ, അവിശ്വാസം വന്നപ്പോൾ, കർത്താവെ നിൻ്റെ വചനം ഞങ്ങളെ ഉറപ്പിക്കുന്നല്ലോ. നിൻ്റെ വചനത്തിൽ കൂടെ നീ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നല്ലോ. കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഒരു ദൈവരാജ്യം നീ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഇപ്പോൾ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ പാപത്തിന് വേണ്ടി കാൽവരി കുരിശിന്മേൽ മരിച്ച് അവസാനത്തെ തുള്ളി രക്തം വരെയും എനിക്ക് വേണ്ടി ഒഴുക്കി തന്ന, പാപത്തിന് മോചനം വരുത്തിയ കർത്താവായ യേശുവെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവെ, അവിടുത്തോട് വാക്ക് പറഞ്ഞ ഓരോരുത്തരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.